ഹലോ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതായിരുന്നു മെറ്റീരിയൽസ് ഫോർ ടിമ്പറിൽ ടിമ്പർ ലിൻഡലായിരുന്നു നമ്മൾ നോക്കിയത്. ഇനി ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോൺ ലിൻഡൽസിനെ പറ്റി, ബ്രിക്ക് ലിൻഡൽസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോൺ ലിൻഡൽസ്. സോറി. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോൺ ലിൻഡൽസ്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ലിൻഡൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോൺ കൊണ്ട് നമ്മളൊരു സ്ലാബ് ഉണ്ടാക്കും. എന്നിട്ട് അതിനെ നമ്മൾ ഒരു ഓപ്പണിങ്ങിന് അക്രോസ് ആയിട്ട് പ്ലേസ് ചെയ്യും. അതിനാണ് സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ ഒരു സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ കൊണ്ടും ഉണ്ടാക്കാം ഈ ഒരു സ്ലാബ്. അല്ലാന്നുണ്ടെങ്കിൽ കുറേ പീസസ് ഓഫ് സ്റ്റോൺസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലാബ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം ബൈ യൂസിങ് മോട്ടാർ. ഇനി സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജനറലി നോട്ട് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ സ്റ്റോൺ ലിൻഡൽസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ജനറലി ഫോർവേഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫേവർ ചെയ്യാത്തതിന് കാരണമുണ്ട്. ആ റീസൺസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയാൻ പോകുന്ന റീസൺസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്റ്റോണിന് വളരെ ചെറിയ ടെൻസൈൽ റെസിസ്റ്റൻസ് ആണ്, ലോ ടെൻസൈൽ റെസിസ്റ്റൻസ്. ഓക്കെ, stone possess low tensile resistance. So hence നമ്മൾ ലോ ടെൻസൈൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ സ്പാൻ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് എക്സീഡ് 1 മീറ്റർ നമ്മൾ അവിടെ റിലീവിങ് ആർച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിലീവിങ് ആർച്ച് എന്താണെന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ റിലീവിങ് ആർച്ചസ് ആണ് നമ്മൾ 1 മീറ്ററിൽ കൂടുതൽ സ്പാനുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം സ്റ്റോണിന് ലോ ടെൻസൈൽ റെസിസ്റ്റൻസ് ആണ്. അതർവൈസ് ദ ഡെപ്ത് ഓഫ് സ്റ്റോൺ ലിൻഡൽ ബിക്കംസ് കൺസിഡറബിൾ. അപ്പോൾ റിലീവിങ് ആർച്ച് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോൺ ലിൻഡൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവിടെ സ്റ്റോൺ ലിൻഡലിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അതപ്പോൾ അത്ര എക്കണോമിക്കലായിരിക്കും ഇല്ല. ദ ഡെപ്ത് ഓഫ് സ്റ്റോൺ ലിൻഡൽ ഷുഡ് ബി അറ്റ് ലീസ്റ്റ്. ഓക്കെ, ഡെപ്ത് എന്ന് പറയുന്നത് ഓഫ് സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത് ഷുഡ് ബി അറ്റ് ലീസ്റ്റ് 1 mm per 10 mm ലെങ്ത് ഓഫ് ഓപ്പണിങ്. ഓക്കെ, അതായത് ഇപ്പം ഇത്രയും ഭാഗത്താണ് നമ്മുടെ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇത്രയാണ്. സേ ഇറ്റ് ഈസ് 5 മീറ്റർ. ഓക്കെ, ലെങ്ത് ഓഫ് ഓപ്പണിംഗ് 5 മീറ്റർ ആണെങ്കിൽ നമ്മൾ ഓരോ 10 mm ഓക്കെ, ഇവിടെ ഓരോ 10 mm ഡിസ്റ്റൻസിലും എന്ത് ചെയ്യണം, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ലിൻഡലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 mm ഡെപ്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ 5 മീറ്റർ ആകുമ്പോൾ അതിനനുസരിച്ച് അത്രയും വലിയ ഡെപ്തിലുള്ള സ്റ്റോൺ ലിൻഡലായിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്ന ഒരു റീസൺ എന്തുകൊണ്ടാണ് ഇത് ഫേവർ ചെയ്യാത്ത, സ്റ്റോൺ ലിൻഡൽ ഫേവർ ചെയ്യാത്തതിനുള്ള ഒരു റീസണാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്റ്റോൺ ക്രാക്സ് വെൻ സബ്ജക്റ്റ് ടു വൈബ്രേറ്ററി ലോഡ്സ്. നമ്മൾ വൈബ്രേറ്ററി ലോഡ്സ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ സ്റ്റോൺ എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്യും. Hence, the stone lintels should be used with caution where shock waves are likely to occur frequently. അപ്പോൾ ഷോക്ക് വേവ്സ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റോൺ ലിൻഡൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം വൈബ്രേറ്ററി ലോഡ്സ് വരുമ്പോൾ സ്റ്റോണിൽ ക്രാക്ക് സംഭവിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? സ്റ്റോൺ ക്രാക്സ് വെൻ സബ്ജക്റ്റഡ് ടു വൈബ്രേറ്ററി ലോഡ്സ്. ഓക്കെ, വൈബ്രേറ്ററി ലോഡ്സ് വരുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റോണ് ക്രാക്ക് ആവും. ഇനി മൂന്നാമതൊരു റീസൺ ഉണ്ട്. ആദ്യമത്തെ റീസൺ എന്തായിരുന്നു? സ്റ്റോണിന് വളരെ ചെറിയ ടെൻസൈൽ റെസിസ്റ്റൻസേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞത് വൈബ്രേറ്ററി ലോഡ്സ് വന്നാൽ സ്റ്റോണ് ക്രാക്ക് ആവും. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ എ ഗുഡ് സ്റ്റോൺ ഓഫ് റിക്വയർഡ് ഡെപ്ത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 5 mm ഡെപ്തിലുള്ള സ്റ്റോൺ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഡെപ്തിലുള്ള സ്റ്റോൺ കിട്ടാനൊക്കെ എന്താണ്, ഡിഫിക്കൽട്ടാണ്. ഹെൻസ് ദ സ്റ്റോൺ ലിൻഡൽസ് പ്രൂവ് ടു ബി കോസ്റ്റ്ലി അറ്റ് പ്ലേസസ് വെയർ ദ സ്റ്റോൺ ഈസ് നോട്ട് അവൈലബിൾ. സ്റ്റോൺ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങൾ എന്ത് ചെയ്യും, ഈ സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആവും. Moreover, stones which are to be used for lintels are to be properly dressed on site of work. നമ്മൾ സ്റ്റോൺ ലിൻഡൽസിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഡ്രസ്സ് ചെയ്തതായിരിക്കണം. ദിസ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. അതുകൊണ്ട് തന്നെ സ്റ്റോൺ ലിൻഡൽസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും, വർക്കിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവും. അപ്പോൾ മൂന്നാമത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് റിക്വയർഡ് ഡെപ്തിലുള്ള ഒരു സ്റ്റോൺ കിട്ടാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോൺ അത് പെട്ടെന്നൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഈ സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും. മാത്രമല്ല
സ്റ്റോൺസ് നമ്മൾ ലിൻഡൽസിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത സ്റ്റോൺസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ ഡ്രസ്സിങ്ങിന് എന്ത് ചെയ്യും, അഡീഷണൽ കോസ്റ്റ് ആവും. അപ്പോൾ അതും എന്ത് ചെയ്യും, ആ ഓവറോൾ കോസ്റ്റ് ഓഫ് ദ വർക്ക് വീണ്ടും ഇൻക്രീസ് ആവും. അങ്ങനെ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോൺ ലിൻഡൽസ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഇനി നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? വുഡ് ലിൻഡൽ പഠിച്ചു, സ്റ്റോൺ ലിൻഡൽ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്രിക്ക് ലിൻഡലാണ്. ഓക്കെ, എന്താണ് ബ്രിക്ക് ലിൻഡൽസ്? അപ്പോൾ ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽ ഏതാണ്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്രിക്കാണ്. ഓക്കെ, ബ്രിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. സോ ദീസ് ലിൻഡൽസ് കൺസിസ്റ്റ് ഓഫ് bricks which are generally placed on end or edge. അപ്പോൾ ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, പല രീതിയിൽ നമ്മൾ ബ്രിക്ക് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ലിൻഡൽ ഉണ്ടാക്കുന്നത്. ഇനി ബ്രിക്ക് ലിൻഡൽസിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ദ ബ്രിക്ക്, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വെൽ ബേൺഡ്. ഓക്കെ, നന്നായിട്ട് ബേൺ ചെയ്തതായിരിക്കണം. അതിൻ്റെ കളർ എന്ന് പറയുന്നത് കോപ്പർ കളേർഡ് ആയിരിക്കണം. ഓക്കെ, വെൽ ബേൺഡ്, കോപ്പർ കളേർഡ്. പിന്നെ ക്രാക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഫ്രീ ഫ്രം ക്രാക്സ്, ആൻഡ് വിത്ത് ഷാർപ്പ് ആൻഡ് സ്ക്വയർ എഡ്ജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രിക്ക് ലിൻഡൽ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്കിൻ്റെയൊക്കെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞാൽ, വെൽ ബേൺഡ് ആയിരിക്കണം, കോപ്പർ കളേർഡ് ആയിരിക്കണം, ക്രാക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല, പിന്നെ അതിൻ്റെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഷാർപ്പും സ്ക്വയറും ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ബ്രിക്ക് ലിൻഡൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിക്ക് ലിൻഡൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പററി വുഡ് സപ്പോർട്ട് കൊടുക്കും. ടെമ്പററി വുഡ് സപ്പോർട്ട്. ഓക്കെ, ടെമ്പററി വുഡ് സപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കും, നോൺ ആസ് ടേണിംഗ് പീസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേണിംഗ് പീസ്. ഓക്കെ, ഈസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് എ ബ്രിക്ക് ലിൻഡൽ. സോ ബ്രിക്ക് ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി വുഡ് സപ്പോർട്ട് യൂസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ടേണിംഗ് പീസ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ബ്രിക്ക് ലിൻഡലിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് ബ്രിക്ക് കോഴ്സ്. നമ്മൾ ബ്രിക്ക് കോഴ്സ് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് അല്ല. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ബ്രിക്സ് ഹാവിങ് ഫ്രോക്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ദ ബ്രിക്ക് ലിൻഡൽസ്. ഓക്കെ, ഫ്രോക്സ് ഉള്ള ബ്രിക്കാണ് നമുക്ക് ഈ ബ്രിക്ക് ലിൻഡലൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ ഫ്രോഗ്സ് ഫിൽഡ് വിത്ത് മോട്ടർ ഫോം കീസ്. അല്ലേ, ഫ്രോഗിൽ നമ്മൾ മോട്ടർ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അതിന് കീസ് ഫോം ചെയ്യും ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആൻഡ് ദ ഷിയർ റെസിസ്റ്റൻസ്. എന്താണ് ഷിയർ റെസിസ്റ്റൻസ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡ്സ്, അറ്റ് ദ ജോയിൻസ് ഷിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രോക്സ് ഉള്ള ബ്രിക്സാണ് നമ്മൾ കൂടുതൽ സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് മോട്ടാറുമായിട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും കീസ് ഫോം ചെയ്ത് ഷിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ ഇതെന്ന് പറഞ്ഞിട്ട് ആൾസോ റിസൾട്ട്സ് ഇൻ ഓവറോൾ ഇൻക്രീസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് ലിൻഡൽ. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അറിഞ്ഞിരിക്കുന്നത്, എ ബ്രിക്ക് ലിൻഡൽ ഈസ് എ വീക്ക് ഫോം ഓഫ് കൺസ്ട്രക്ഷൻ. ബ്രിക്ക് ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വീക്ക് ഫോം ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ അപ് ടു എ സ്പാൻ ഓഫ്, എന്താണ്, അപ് ടു 1 മീറ്റർ സ്പാൻ വരെ മാത്രമേ ബ്രിക്ക് ലിൻഡൽ എന്ത് ചെയ്യുന്നുള്ളൂ, സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ, വിത്ത് ലൈറ്റ് ലോഡിങ്. ഓക്കെ, അപ്പോൾ ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുന്നത് അപ് ടു 1 മീറ്റർ സ്പാൻ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വീക്ക് ഫോം ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് ലൈറ്റ് ലോഡിങ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രിക്ക് ലിൻഡലിനെ പറ്റി പറയാനായിട്ട്.